തരമാറ്റിലാണെങ്കിൽ നാഗേന്ദ്രനാണെങ്കിൽ പറയുന്നുണ്ട്, മോനെ അഭി, നീ മുൻകൈയെടുത്ത് നിൻ്റെ പെങ്ങളായ അവന്തികയുടെ വിവാഹം അനിയുമായിട്ട് നടത്തണം. അവനുമായിട്ട് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനാകും എന്ന് പറയുമ്പോൾ, തീർച്ചയായും അച്ഛാ, അവന്തികയുമായിട്ടുള്ള അനിയുടെ നിശ്ചയം എന്തായാലും ഞാൻ ഉടനെ തന്നെ നടത്തുന്നതായിരിക്കും. ഞാൻ അതിന് മുൻകൈയിട്ട് ഇറങ്ങുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മളെ നന്ദുവിനെ അനി വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നീ പുഴയോരത്തേക്കൊന്ന് വരണമെന്ന് പറയുന്നു. അതായത് കടൽ അവർ കാണാറുള്ളിടത്ത്. അങ്ങനെ അവിടെ ചെന്നിരുന്ന് അവന്തികയുമായിട്ടുള്ള വിവാഹ നിശ്ചയം എങ്ങനെ കുളമാക്കുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമെങ്കിൽ നീ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം അനി, അല്ലെങ്കിൽ ഇതാകെ പാളിപ്പോകും, ആകെ പണിയാകുമെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നന്ദു. അധികം വൈകാതെ എന്തായാലും തീർച്ചയായും ഞാൻ അവിടെ നിന്ന് പോകും. എന്തായാലും ഈ വിവാഹ നിശ്ചയമൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല, ഞാനത് പൊളിച്ചെടുക്കുമെന്ന് പറയുന്നു. ഇവിടെ ജലജയാണെങ്കിൽ നാഗേന്ദ്രനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അവന്തികയോട് പറയാനായിട്ട് ഒരുങ്ങുന്നൊരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, കഴിയുന്നുണ്ട്. നാഗേന്ദ്രൻ വിചാരിച്ചിരിക്കുന്നത് അവന്തിക അയാളുടെ മകളാണെന്നാണ്. പക്ഷേ സത്യത്തിൽ ജലജ ഇന്ന് സത്യം വ്യക്തമാക്കുന്നത് കൊണ്ട് തന്നെ അവന്തിക നാഗേന്ദ്രൻ ഇനി അച്ഛ എന്ന് വിളിക്കുമെന്നൊക്കെ സംശയം